ഹായ് അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മസ്കാബന്ന ഇറാനി ചായ ആയിട്ടാണ്. ഇതാ നല്ല ക്രീമി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് അത് പൊടിച്ചെടുത്ത് പഞ്ചസാര പൊടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഗീയാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നു. നന്നായി മിൽക്ക് മെയ്ഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര പൊടിഞ്ഞതിന് ശേഷം ഗീ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നത്, ഇറാനി ചായ. അതിൽ 2 ഏലക്കായ്, ഞാൻ 2 കപ്പ് ചായ ഉണ്ടാക്കുന്നുള്ളൂ. 2 പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്കായ് അത്രയും ഇട്ടിട്ടില്ല. 1.5 സ്പൂണ് ചായപ്പൊടിയും. അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെച്ച് അതിലേക്ക് തന്നെ ഞാൻ പാലും ചേർക്കുന്നുണ്ട്. അതിൽ ഞാൻ 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നു. വേറെ സെപ്പറേറ്റ് ഞാൻ പാല് തിളപ്പിച്ചതല്ല, അതിൽ തന്നെ ചായയിൽ തന്നെ പാലൊഴിച്ച് നല്ലോണം അത് കുറുകി വരുന്ന ടൈമിന് ഞാൻ ബട്ടർ എൻ്റെ അടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇതുപോലെ പണി നിങ്ങൾ ചെയ്യല്ലേ, കാരണം നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കേണ്ടതാണ്. അത് മാത്രം എനിക്ക് നല്ല പണി കിട്ടി. എങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എനിക്ക് ആകുന്നില്ല. ഈ ബട്ടർ ബൺ ഉണ്ടാക്കുന്ന ടൈമിന് ബട്ടർ നേരത്തെ എടുത്ത് പുറത്ത് വെക്കേണ്ടതാണ്. അത് വെക്കാത്തതിന് എനിക്ക് നല്ല പണി കിട്ടി. ബീറ്റ് ചെയ്തിട്ടത് പതഞ്ഞ് വരുന്നു. കുറച്ച് ടൈം എടുത്തിന്. അതിന് ശേഷമാണ് പിന്നെ ക്രീം കുട്ടികൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നല്ല ഒലിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ് വേണ്ടത്. അതേ ക്രീം തന്നെ ഞാൻ ഉണ്ടാക്കിയത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാക്കാൻ വീട്ടുന്നതാണ്. ബട്ടർ ഉണ്ടായാൽ മതി. അതെൻ്റെ മോനാണ് കഴിക്കുന്നത്. മോൻ ചായ കുടിക്കലില്ല, ഇറാനി ചായ ആയതുകൊണ്ട് കുടിച്ച് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ചായക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടോന്ന്. അതാ ബന്നും അടിപൊളിയായിന്. കുട്ടികൾ പറഞ്ഞ പോലെ അതേ നല്ല ഒലിച്ച് വരുന്ന ക്രീം തന്നെ ഉണ്ടാക്കിയതിന്. അതാ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. ലൈക്ക് ചെയ്യുക.